നമസ്കാരം. പറഞ്ഞു വരുന്നത് വീണ്ടും നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് തന്നെ. എന്തു ചെയ്യാനാണ്, നമുക്കത് പറയാതെ ഇരിക്കാൻ കഴിയുന്നതുമില്ല. ഇപ്പോൾ തോന്നുന്ന ചില സംശയങ്ങൾ, ചില ദുരൂഹതകൾ കൂടി ചൂണ്ടിക്കാട്ടുകയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. പക്ഷേ അത് ആരാണ് കൈപ്പറ്റിയത്? എന്തുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയാത്തത്? ആരെയാണ് അതിനു പിന്നിൽ പേടിക്കുന്നത്? ആരാണ് അത് പൂഴ്ത്തിവെക്കാൻ ശ്രമിക്കുന്നത്? ഇതിനൊന്നും നമുക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇനിയൊരു പോസ്റ്റ്മോർട്ടത്തിന്, അതായത് റീപോസ്റ്റ്മോർട്ടത്തിന് സാധ്യതയുമില്ല. കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ആചാരം അനുസരിച്ച് തന്നെ സംസ്കരിച്ചു കഴിയുകയും ചെയ്തു. ഈ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എത്തുന്നതിന് മുൻപാണ് എന്നുള്ളതും ഓർക്കണം. സത്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് രക്തബന്ധമുള്ളവർ ഒപ്പിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരം. അത്തരത്തിൽ രക്തബന്ധമുള്ളവർ ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു പോസ്റ്റ്മോർട്ടം അനുമതിക്ക് ആരാണ് ധൃതി പിടിച്ച് അവിടെ അന്ന് ആ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്തത്? ഡ്രൈവർ ഷംസുദ്ദീനാണോ? അതോ കളക്ടർ അരുൺ കെ വിജയനോ? അതോ ഇവർക്കു വേണ്ടി മറ്റാരെങ്കിലും ആണോ? ഇതൊന്നും തന്നെ അന്വേഷണ വിധേയമായിട്ടില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ആരാണ്, അതിന് അനുമതി പത്രത്തിൽ ആരാണ് ഒപ്പിട്ട് കൊടുത്തത്, അവർ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൈപ്പറ്റുക. അപ്പോൾ ഇത് ഇവരുടെ പിണിയാളുകൾ തന്നെ ആയിരിക്കുമല്ലോ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരുടെ കൈകളിലേക്ക് വളരെ ഭദ്രമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തുകയും ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത് അതും CPM-ന്റെ വലം കൈകളായിരിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ധൃതി പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ നവീൻ ബാബുവിന്റെ വീട്ടുകാർ എത്തുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും നടത്തിയത്? ആ ഇൻക്വസ്റ്റ് നടത്തിയതിന്റെയും പോസ്റ്റ്മോർട്ടത്തിന്റെയും വിവരങ്ങൾ പുറത്തുവിടാനും ഇവർക്ക് കഴിയുന്നില്ല. അത് പൂഴ്ത്തിവെക്കപ്പെടുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. ആ പുറത്തു വന്ന റിപ്പോർട്ട് ആരാണ് കൈപ്പറ്റിയത്? അത് കളക്ടറാണോ എന്നുള്ളതിൽ നമുക്ക് സ്ഥിരീകരണവും പുറത്തു വരേണ്ടതുണ്ട്. കളക്ടറാണെങ്കിൽ കളക്ടർ അത് ആർക്ക് കൈമാറി? എന്തെല്ലാം വിവരങ്ങൾ അതിൽ ഒളിപ്പിച്ചു വെച്ചു? എന്തൊക്കെയാണ് അതിൽ വരുന്ന കൂടുതൽ വിവരങ്ങൾ എന്നൊക്കെ അറിയാൻ എന്തായാലും പൊതുജനത്തിനും അർഹതയുണ്ട്. പൊതുജനത്തിനേക്കാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അർഹതയുണ്ട്. അവർക്കാണ് അത് കൈമാറേണ്ടിയിരിക്കുന്നതും. കളക്ടർ എന്തായാലും പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും നടത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതും ചില തെളിവുകൾ ഇവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും പുറത്തു വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, അതൊരു ഹാങ്ങിങ് ഡെത്ത് ആണെന്നാണ്. അതായത് തൂങ്ങി മരണം ആണെന്ന് തന്നെയാണ്. അതായത് ആത്മഹത്യ ആണെന്ന് വരുത്തി തീർക്കുകയാണ് അതിലൂടെ ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ശരി, അങ്ങനെ തൂങ്ങി മരണമാണെങ്കിൽ അതിൽ കാണേണ്ട ചില സംശയങ്ങളുണ്ട്. തൂങ്ങി മരണമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ആ മൃതദേഹത്തിൽ കാണപ്പെടും? അതെല്ലാം ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇൻക്വസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇതിനൊക്കെ സർക്കാരിനും കളക്ടർ അരുൺ കെ വിജയനും ഒക്കെ ദിവ്യയ്ക്കും ഒക്കെ മറുപടി ഉണ്ടോ? അവർ പതുങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് ഈ വിവരങ്ങളെല്ലാം പൂഴ്ത്തിവെക്കുന്നത്? ആരെയാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പേടിക്കുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈപ്പറ്റിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം അനുമതിക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടാവുക ADM-ന് മുകളിൽ നിൽക്കുന്ന ഡിസ്ട്രിക്ട് കളക്ടർ ആയിട്ടുള്ള അരുൺ കെ വിജയൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ അരുൺ കെ വിജയന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള, മാത്രമല്ല അരുൺ കെ വിജയനൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഡ്രൈവർ ഷംസുദ്ദീനെയും സംശയിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അരുൺ കെ വിജയനൊപ്പം തന്നെ സംശയ നിഴലിൽ നിൽക്കുന്ന ആള് തന്നെയാണ് ഡ്രൈവർ ഷംസുദ്ദീനും. എന്തായാലും അരുൺ കെ വിജയൻ ഈ കാര്യങ്ങൾ നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിന്ന് മാറ്റി എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒപ്പിട്ടതാവാൻ കാരണം, കളക്ടർ ആവാനുള്ള കാരണം മേൽപ്പറഞ്ഞതുപോലെ തന്നെ അത് അദ്ദേഹത്തിന് ADM-ന്റെ പദവിക്ക് മുകളിലിരിക്കുന്നത് കളക്ടർ ആയതുകൊണ്ടാണ്. എന്തായാലും ഈ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ചില കാര്യങ്ങൾ കൂടി അവിടെ കാണേണ്ടതുണ്ട്. അതായത് അദ്ദേഹത്തിന് ADM-ന്റെ മരണം നടന്നതിന് ശേഷം, അതായത് ആത്മഹത്യയാണെങ്കിൽ
ADMന്റെ മലം, മൂത്രം, എന്തിനധികം സെമൻ വരെ പുറത്തു വന്നിട്ടുണ്ടോ എന്നുള്ളതും അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അതായത് ഹാങ്ങിങ് ഡെത്ത് ഉള്ള സ്ഥലത്ത് പോവുകയും അതിൽ ഇൻക്വസ്റ്റ് നടത്തുകയും അതിനൊക്കെ പരിചയസമ്പന്നരായിട്ടുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തരത്തിലുള്ള സൂചനകൾ കൂടി പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഹാങ്ങിങ് ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ മലം, സെമൻ, മൂത്രം ഈ 3 കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. ഇതിലേതെങ്കിലും ഒന്ന് വരുമെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും ഒരു കാര്യങ്ങളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, തൂങ്ങി മരണമാണെന്നുണ്ടെങ്കിൽ ഇടതുഭാഗത്താണ് കുരുക്കെങ്കിൽ സ്വാഭാവികമായും വലതുഭാഗത്തെ കവിളിലൂടെ സലൈവ ഒഴുകി അത് ദേഹത്തേക്ക് പടർന്നിരിക്കാനും അല്ലെങ്കിൽ കുപ്പായത്തിൽ പടർന്നിരിക്കാനും, ഇനി കുപ്പായമില്ലെങ്കിൽ ശരീരത്തിലേക്ക് അത് പടർന്നിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ ADM നവീൻ ബാബുവിൻ്റെ മൃതശരീരത്തിൽ കണ്ടിരുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇതൊന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് കരുതേണ്ടത്. എന്തായാലും അത്തരം കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിൽ സംശയിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തെ ഒന്നില്ലെങ്കിൽ ബോധം കെടുത്തിയ ശേഷം, അതായത് അൺകോൺഷ്യസ് ആക്കിയതിനു ശേഷം കെട്ടിത്തൂക്കിയതായിരിക്കാനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെ കെട്ടിത്തൂക്കിയതാണെങ്കിൽ അത് ഇത്തരം കൊലപാതക ശ്രമത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഈ മരണ വിവരങ്ങളെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാകണം ഒരുപക്ഷെ ഈ വിവരം അറിഞ്ഞെത്തിയ ഷംസുദ്ദീനും പിന്നീട് അവിടെ പാഞ്ഞെത്തിയ എഞ്ചിനീയറും കളക്ടറും ഉൾപ്പെടെയുള്ളവർ ചെയ്തിട്ടുണ്ടാവുക. എന്തൊക്കെയോ തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു, ആ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് കരുതേണ്ടത്. അപ്പോൾ മേൽപ്പറഞ്ഞ സൂചനകൾ ഒന്നും, മലം, മൂത്രം, സെമൻ, ഇതൊന്നും അദ്ദേഹത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, സലൈവ വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ ബോധം കെടുത്തിയ ശേഷം, ഏതെങ്കിലും തരത്തിൽ ബോധം കെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദേഹത്ത് മുറിവുകളോ ചതവുകളോ എന്തെങ്കിലും തരത്തിലുള്ള പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വരേണ്ടതാണ്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് പുറത്തുവിടാൻ എന്തിനാണ് ഇവർക്ക് ഇത്ര ഭയമുള്ളത്? എന്തിനാണ് സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കുന്നത്? ഇത്രയേറെ വിവാദമായ ഒരു മരണം നടന്നിട്ട് ആ മരണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ കണ്ണൂർ CPM നിയന്ത്രിക്കുന്ന സർക്കാരിന് ഭയമുണ്ടെങ്കിൽ അതിന് പിന്നിലെ കാര്യം അതിൽ പേടിക്കാനും, അതായത് കണ്ണൂർ CPMനും സർക്കാരിനെ തന്നെയും ഇളക്കി മറിച്ചിടുന്ന തരത്തിലുള്ള ചില സുപ്രധാന വിവരങ്ങൾ ഈ അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ വരുമെന്നുള്ളത് തന്നെയാണ്. ഈ അന്വേഷണം നടത്താൻ, അതായത് പാർട്ടി കൈവിട്ടു എന്നുള്ള കാര്യം ഉറപ്പായതോടുകൂടിയാണ് ADMന്റെ ഭാര്യ മഞ്ജുഷ, അതായത് ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെ അട്ടിമറിക്കപ്പെട്ടു, തൻ്റെ ഭർത്താവിന് നീതി കിട്ടില്ല എന്ന് മനസ്സിലായതുകൂടി തന്നെ ആകണം അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിലേക്ക് പോയതും CBI അന്വേഷണം ആവശ്യപ്പെട്ടതും. കേസ് ഡയറി ഹാജരാക്കാൻ പറയുമ്പോൾ പോലും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീണ്ടും ധൃതി പിടിച്ച് കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെടുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മറ്റു ചില തെളിവുകൾ നിർമ്മിക്കപ്പെടാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാക്കുകയാണ് SIT ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിലെ ശരിയായ വസ്തുത പുറത്തു വരേണ്ടത് എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ അഴിമതിരഹിതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊന്നു തള്ളാനുള്ള ഒരു ത്വര, ഇനി ഒരു തരത്തിലുമുള്ള സാധ്യതകളും ഇല്ലാതെയാക്കാനുള്ള ത്വര ഉണ്ടാകേണ്ടതാണ്. അത് ഈ CPMന്റെ കൊലയാളി പാർട്ടിക്ക് അല്ലാതെ മറ്റെന്ത് പറയാനാണ്? ഇത്തരം വിവാദമായ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിൽ അട്ടിമറി ശ്രമങ്ങൾ നടത്തുന്ന, അട്ടിമറിക്കപ്പെടുന്ന CPMനെ സംബന്ധിച്ച മറ്റൊരു വാക്ക് ഇതല്ലാതെ എന്ത് ഉപയോഗിക്കാനാണ്? എന്തായാലും ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ധാർമ്മികത ഇനി ഉണ്ടെങ്കിൽ ഈ അന്വേഷണം CBIക്ക് വിടാൻ സർക്കാരും പറയണം, നട്ടെല്ല് നിവർത്തി പറയണം. ഈ അന്വേഷണം CBIക്ക് വിടണം. ഇതിന് പിന്നിലെ ആളുകളെ, പ്രതികളെ, കുറ്റക്കാരെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ശിക്ഷിക്കപ്പെടുകയും
ആ നവീൻ ബാബു എന്ന് പറയുന്ന കുടുംബത്തെ ചേർത്ത് പിടിക്കുകയും വേണം. അല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്നവരെ മുഴുവൻ അവരെ കൂടി പോക്കറ്റിലാക്കി ഈ കേസ് ഇല്ലാതെയാക്കാനുള്ള ശ്രമമല്ല സർക്കാർ നടത്തേണ്ടത്. നന്ദി.